1956 മലയാളം സംസാരിക്കുന്ന തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളും മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ എന്നീ പ്രദേശങ്ങൾ സംയോജിപ്പിച്ച് ആധുനിക കേരളം രൂപീകരിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഇന്ന് നവംബർ 1 നമ്മൾ കേരളപ്പിറവി ആചരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1949 ജൂലൈ 1 തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങൾ ലയിച്ച് തിരുക്കൊച്ചിയായി മാറി. ശേഷം 1953 ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1955 റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശുപാർശ ചെയ്തു. ഇതിനെ തുടർന്ന് 1956 നവംബറിൽ ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. ഇത് രാജ്യത്തെ 14 സംസ്ഥാനങ്ങളായും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളായും പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ പുതുതായി രൂപീകരിച്ച സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെട്ടു. സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് സംസ്ഥാനത്തെ തെലുങ്ക് സംസാരിക്കുന്ന ജില്ലകളും അന്നത്തെ ആന്ധ്ര സംസ്ഥാനവും ലയിപ്പിച്ചാണ് 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് രൂപീകൃതമായത്. 1969 ജൂലൈ 18 മദ്രാസ് സംസ്ഥാനം ഔദ്യോഗികമായി തമിഴ്നാട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ലയിപ്പിച്ച് മൈസൂർ സംസ്ഥാനം രൂപീകരിച്ചു. ഇത് പിന്നീട് 1973 കർണാടക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1956 നവംബർ 1 തന്നെയാണ് ഡൽഹി കേന്ദ്രഭരണ പ്രദേശമാകുന്നതും ഒപ്പം ലക്ഷദ്വീപ്, മിനിക്കോയി, അമിൻ ദ്വീപ് ഐലൻഡുകൾ എന്ന പേരിൽ ഇന്നത്തെ ലക്ഷദ്വീപിന് കേന്ദ്രഭരണ പ്രദേശ പദവി ലഭിക്കുന്നതും.